these children and creating problems. എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഇൻഫാക്ട് എ പേരൻറ്റ് കെയിം ടു മീ a few years back. സെയിം പറഞ്ഞ പോലെ this girl, her best friend is this boy. So they always sit and they are both working. They're friendly, they're this thing. So Amma എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ma'am, I have no objection to them sitting together. Why is the class teacher so bothered? Correct. So class teacher's answer was, ma'am, if I allow them, then there are a lot of other people also who want to sit like that, and they create a lot of problem. So what I told is, why do you generalize? Those who create problem, you address them. But those who are not creating problem, why can't ജസ്റ്റ് ടേക്ക് ഹ്യൂമൻ ബീങ്സ് എന്നുള്ളൊരു സ്പീഷീസ് ആയിട്ട് എടുക്കാം. ഒരു 12 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ നാച്ചുറലി വരുന്നൊരു ഫീലിംഗ് ആണ് അട്രാക്ഷൻ ടുവേർഡ്സ് ദി ഓപ്പോസിറ്റ് സെക്സ് ഓർ ടുവേർഡ്സ് ദ സെയിം സെക്സ്. yes, അതിനെ എന്തിനാണ് ഈ സപ്രസ് ചെയ്യുന്നത്? this boy, he had come from വേറെ സ്കൂളിൽ നിന്നാണ് വന്നത്. അമ്മ ഭയങ്കര അസുഖമായിരുന്നു, വളരെ പ്രായമായ ഒരു അച്ഛൻ. പക്ഷെ എന്തോ എനിക്കറിയില്ല, കുട്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ബട്ട് പീപ്പിൾ വുഡ് സേ, അന്ന് ഈ പറഞ്ഞ പോലെ അയോഡീൻ, അങ്ങനത്തെ അയോഡെക്സ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ, വൈറ്റ്നറൊക്കെ അത് കാരണം ഈ കുട്ടി എപ്പോഴും ഡ്രൗസി ചെയ്യുന്നു. ബട്ട് ഒരാളും ആ സ്കൂളിൽ എക്സെപ്റ്റ് മീ ആൻഡ് ദ ക്ലാസ് ടീച്ചർ, വേറെ ആരും അത് അറിഞ്ഞില്ല. ഞാൻ കുറച്ചു കാലം കോളേജ് പിള്ളേരെയൊക്കെ പഠിപ്പിക്കാൻ പോയിരുന്നു. അപ്പോൾ അവിടെ ജനറലി ടീച്ചേഴ്സ് പറയുന്ന ഒരു ട്രെൻഡാണ്. എൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലാസ്സിലത്തെ കുറച്ച് പേരെ ഇങ്ങനെ പിക്ക് ചെയ്ത് പറയും നല്ലതാണ് നല്ലതാണ്. പക്ഷെ ഐ വാസ് ഓൾവേസ്, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരിക്കുന്നത് സോ കോൾഡ് ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ അടുത്താണ്. അപ്പം ഞാൻ എപ്പോഴും ഈ കുട്ടി എന്തോ ഒരു കാര്യം വന്നപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, 10 years ഡൗൺ ദ ലൈൻ നിങ്ങൾ ഈ പറയുന്ന ബാക്ക് ബെഞ്ചേഴ്സ് ആണ് മുന്നോട്ട് കയറി വരിക. കാരണം അവർക്കൊന്നാമത്തെ കാര്യം എല്ലാം കേട്ട് കേട്ട് ശീലമായിട്ട് ഇവർക്കിതൊന്നൊരു എന്ത് ചാലഞ്ച് വന്നാലും അവർക്കതൊന്നൊരു പ്രശ്നമല്ല. ഈ പറഞ്ഞ മാതിരി തന്നെ ഞാനൊരു 8 years ബാക്ക് പഠിപ്പിച്ച് ഇതേപോലെ തന്നെ ഞാനിവിടെ JMCയിൽ പഠിപ്പിക്കാൻ പോയിരുന്നു. അതിലത്തെ 2-3 കുട്ടികൾ ഇപ്പോൾ ഭയങ്കര സ്വന്തമായിട്ട് ഫേം ഇട്ടു, ഭയങ്കര ഇതായിട്ട് വരികയാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ഇപ്പോൾ ഈ സ്കൂളിൽ അക്കാഡമിക്കലി ഫസ്റ്റ് ആയിരുന്നു, +2 ഫസ്റ്റാണ്, ഡിഗ്രിക്ക് റാങ്ക് ഹോൾഡറാണ്, ഗോൾഡ് മെഡലിസ്റ്റ് ആണെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരു 25 years കഴിയുമ്പോൾ ഡിസപ്പിയർ ആണ്. എവിടെ പോയി? So many suicides in these premier colleges, IIT-ലും അവിടെ ഇപ്പൊ അടുത്ത് കൂടി ഉണ്ടായിരുന്നല്ലോ. അതെ, ഇത്ര ടോപ്പർ ആണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് സർവൈവ് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്താണ് ഈ സർവൈവൽ സ്കിൽസ്? ഒരു 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക്, നല്ലൊരു മാർക്ക് മേടിച്ചൊരു കുട്ടിക്ക് ഫിസിക്സ് അറിയാം, കെമിസ്ട്രി അറിയാം, മാത്സ് അറിയാം, എക്സെട്ര എക്സെട്ര. പക്ഷേ ഈ കുട്ടിക്ക് ലൈഫ് സ്കിൽസ് അറിയോ? അതൊരു പോയിന്റ് അല്ലേ? നമ്മൾ അതുകൂടിയും ഒന്ന് ചിന്തിക്കണ്ടേ? മിനിമം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴും കളിയിൽ പറയുന്നതാണ്, ഒരു അടുപ്പ് കത്തിക്കാനെങ്കിലും അറിയുന്ന കുട്ടികളായിരിക്കണം, ഒരു 15 വയസ്സ്. അപ്പൊ അതിനെക്കുറിച്ച് മാമിന്റെ ഒരു അഭിപ്രായം എന്തൊക്കെയാണ് ഈ ലൈഫ് സ്കിൽസ്? ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ CBSE ഒരുപാട് ഇതിനെ പറ്റിയിട്ട് സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഐ എം എ റിസോഴ്സ് പേഴ്സൺ വിത്ത് CBSE, സോ ഐ ടേക്ക് ദി ലൈഫ് സ്കിൽ ക്ലാസ്സസ് ഒക്കെ എടുക്കാറുണ്ട്. ഈ ലൈഫ് സ്കിൽസ് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് നോട്ട് ഒരു ക്ലാസ് എടുക്കണമെന്നല്ല. അതെ, ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് a day in school, there are so many skills അറിഞ്ഞിട്ടും അറിയാണ്ടും the child and this thing, no? അതെ. ക്രിട്ടിക്കൽ തിങ്കിങ് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ സ്കൂളിൽ. എല്ലാതും അരച്ച് കലക്കി സ്പൂൺ ഫീഡ് ചെയ്ത് കുട്ടിക്ക് കൊടുക്കും, അത് പഠിക്കും, പരീക്ഷയ്ക്ക് എഴുതി. അതെ. വേർ ഇസ് എ തിങ്കിങ്? തിങ്കിങ് ഇല്ല. ശരി. A child who comes to kindergarten is so curious. കണ്ടിട്ടില്ലേ? ക്യൂരിയോസിറ്റി. ഒരു 500 ക്വസ്റ്റ്യൻ ഒരു ദിവസം ചോദിക്കും, ഇതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ. ബട്ട് ദ സെയിം ചൈൽഡ് വെൻ ഹി റീച്ചസ് 9th standard, 2 ക്വസ്റ്റ്യൻ വായനൊരു ടീച്ചർ വരില്ല. അതെ, അതെ. So, as you said, something has happened in all these places. What has happened in that? When we are supposed to, a lot of emphasis on creating life skills, critical thinking, problem solving skills, അതെ, collaboration, ഗ്രൂപ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുക, വർക്ക് ചെയ്യാം. you know how to share അതെ. negotiation, collaboration, ഇതൊക്കെയാണ് ലൈഫ് സ്കിൽസ്. ഇപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. So in school, if you have seen, I don't know, now in all the classes, lot of activity based learning ആണ് നടക്കുന്നത്. ടീച്ചർ ഇങ്ങനെ ലെക്ചർ ചെയ്യണതല്ല, children to involve themselves. So these activity based learning is all linked to some life skill. It may not be told to the child that you're learning this life skill. പക്ഷെ അതിൽ ഇതുണ്ട്, പല പല ലൈഫ് സ്കിൽസും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. Teachers are being trained everywhere in all the schools, but as you said, change takes a little time. Maybe that ആ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്, but it will take time. And but again, parents complain. എന്താ നോട്ട്സ് കൊടുക്കാത്തെ, എന്താ കൊണ്ട് തന്നെ എഴുതിക്കണത്? തന്നെ എഴുതല്ലേ ക്രിയേറ്റിവിറ്റി. വേർ ഇസ് ഇന്നോവേഷൻ ഇഫ് എവറിത്തിങ് ഇസ് ടോൾഡ്? എൻ്റെ കുട്ടിയുടെ ഇത് ചെയ്തില്ല, എൻ്റെ സോ ദാറ്റ്
അത് Thing is there. Always there are a lot of hindrances and hurdles, ഉം. but we need to cross it and move forward. Okay. Life skill is becoming a great this thing. It is a part of most important part, I would say, of learning. നമ്മുടെ ടീച്ചേഴ്സിന്റെ കേസ് വരികയാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ അധികവും കോഎഡ് സ്കൂൾസ് ആണ്. അപ്പൊ ഈ കോഎഡ് സ്കൂൾസിൽ ഇപ്പൊ ഈ കുട്ടികൾ ഇപ്പൊ വന്നിട്ട് എൻ്റെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ടീച്ചേഴ്സിനെ കുറിച്ചുള്ള കമന്റ്സ് ഒക്കെ കേൾക്കും. അപ്പൊ ഇപ്പൊ ടീച്ചേഴ്സിനെ കൂടി നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത് കുറച്ച് മാറ്റേണ്ട ഒരു സമയമായിട്ടുണ്ട് അല്ലേ? ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ TTCs ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ചാർട്ട് മേക്കിംഗ് അല്ലെങ്കിൽ യൂഷ്വൽ അത് തന്നെയാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നത്. പക്ഷെ ഒരു ടീനേജറിന്റെ അടുത്ത് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണമെന്നോ ഇതൊന്നും ഉള്ള സ്കിൽസ് ഉള്ള ടീച്ചേഴ്സ് വളരെ കുറവാണ്. ഇപ്പൊ അടുത്ത് കൂടിയും വന്നിട്ട് എൻ്റെ ഒരു സ്റ്റുഡന്റ് പറയാണ് ആളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബോയ് ആണ്. ഇതൊരു ഗേൾ ആണ്. ഇവര് കോറിഡോറിൽ ഇരുന്ന് വർത്തമാനം പറയാണ്. പറയുമ്പോ സ്ഥിരമായിട്ടൊരു ടീച്ചർ എന്തോ ഏറ്റവും അവസാനം ആ പെൺകുട്ടീനെ മാത്രമാണ് സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചത്. സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് ടീച്ചേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു ലെക്ചർ കൊടുക്കുകയാണ്. എന്തിനാണിത്? അപ്പൊ അവിടെ വളരെ പ്യുവർ ആയിട്ട് പോയ ഒരു ഫ്രണ്ട്ഷിപ്പിന് ശരിക്കും ഈ ടീച്ചേഴ്സും ഒരു കാരണമാവുമല്ലേ? ഈ കോഎഡ് സ്കൂൾസ് നടത്തും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഇങ്ങനത്തെ ടീച്ചേഴ്സ് ഒരുപാട് സ്കൂൾസിലത്തെ പിള്ളേരെ ഞാൻ കാണുന്നോണ്ട് കോമൺ ആയിട്ട് എല്ലാ സ്കൂളിലും കേൾക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ്. അപ്പൊ ഈ ടീച്ചേഴ്സിന് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? അതെങ്ങനെയാണ് നമ്മളൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യുക ഇനി വരുന്ന ഒരു ജനറേഷനിലേക്ക്? You're right. ഇപ്പോഴും I won't say everybody. കുറച്ച് പേരുണ്ട് with the same kind, and they would be mostly the very, very senior teachers who are still stuck in that kind of a time warp, boy, girl എന്നൊക്കെ ഉള്ളത്. പക്ഷേ as I said, കുട്ടികൾ നീങ്ങിപ്പോയി. അതെ. ഇന്നിപ്പോ ലൈക്ക് in the school right from the beginning, I had insisted the classൽ boys and girls should sit together. അന്നും കുറച്ച് കൊല്ലം 20 കൊല്ലം മുമ്പൊക്കെയാണ്. പക്ഷെ എന്നാലും പ്രൊട്ടസ്റ്റ് കുറെ ഉണ്ടായിരുന്നു. But I say where they are comfortable, എന്താ കുഴപ്പം? Why do you sort of, if somebody is not comfortable, അവർക്ക് you make a change. പക്ഷെ അല്ലെങ്കിൽ what is wrong in sitting together? ഇന്ന് a stage has come where they are holding hands. Definitely. That is how they see അതെ. in society. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ you are right. There are teachers who constantly keep nagging these children and creating problems. എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ഇൻഫാക്ട് എ പേരന്റ് കെയിം ടു മീ a few years back. Same പറഞ്ഞ പോലെ this girl, her best friend is this boy. So they always sit and they are both working. They're friendly, they're this thing. So അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ma'am, I have no objection to them sitting together. Why is the class teacher so bothered? Correct. So class teacher's answer was, ma'am, if I allow them, then there are a lot of other people also who want to sit like that, and they create a lot of problem. So what I told is, why do you generalize? Those who create problem, you address them. But those who are not creating problem, why can't you let it be? അതെ. Because പലപ്പോഴും ignore ചെയ്യുമ്പോൾ it just goes off here. The more you poke your nose into it, അത്രയും വലുതായി വരുള്ളൂ ആ കാര്യം. ഇപ്പൊ എന്താണ് ഇപ്പൊ One more thing what you said I wanted to add is, again, teachers like whatever child has to be, confidentiality is very, very important. Correct. Extremely important. That nothing that happens in the class should go to the staff room. Should not be discussed with anybody. In case of any problem, yes, to the principal for information. Correct. Otherwise, what a child has trusted you, you should never let down the trust of a child. I find it, I feel Exactly. very, very strongly about അതെ. it. ലെറ്റ് us ടേക്ക് ഹ്യൂമൻ ബീങ്സ് എന്നുള്ള ഒരു സ്പീഷീസ് ആയിട്ട് എടുക്കാം. ഒരു 12 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ നാച്ചുറലി വരുന്നൊരു ഫീലിംഗ് ആണ് അട്രാക്ഷൻ ടുവേർഡ്സ് ദി ഓപ്പോസിറ്റ് സെക്സ് ഓർ ടുവേർഡ്സ് ദ സെയിം സെക്സ്. Yes. അതിനെ എന്തിനാണ് ഈ സപ്രസ് ചെയ്യുന്നത്? അത് എന്തുകൊണ്ടാണ് നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും അതിനൊരു ഹെൽത്തി ആയിട്ട് അത് അഡ്രസ് ചെയ്ത് തോന്നുന്നതൊക്കെ ഇങ്ങനെ തന്നെയാണ്, പക്ഷെ അതിനോട് ആക്ട് ചെയ്യരുത്. അപ്പൊ ഈ സപ്രസ് ചെയ്യുമ്പോൾ ഈ കുട്ടികൾ അതിനെ ബൈപ്പാസ് ചെയ്യാനായിട്ട് കുറെ വേറെ വഴികൾ കണ്ട് ഓരോ അബദ്ധങ്ങളിലേക്ക് പോയി ചാടുകയാണ്. ഇപ്പൊ എന്താണ് എൻ്റെ അടുത്ത് ഇപ്പൊ ഒരു സ്റ്റുഡന്റ് വന്നിട്ട് പറയണേ, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഒരു 10th എത്തിയിട്ടുള്ള എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അപ്പൊ വളരെ ഇതായിട്ട് എന്നോട് വന്ന് പറയണേ. അപ്പൊ അത് എന്നോട് വന്ന് പറഞ്ഞത് കൊണ്ടും ഞാൻ വളരെ ഫ്രണ്ട്ലി ആയി നിൽക്കുന്ന ആ കുട്ടിയോട് തിരിച്ച് കാര്യങ്ങൾ പറയുന്നതുകൊണ്ടും അത് ഒരു ചീത്ത വഴിയിലേക്ക് പോയില്ല. ഇല്ലെങ്കിൽ ഇവരുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാം, എങ്ങടെങ്കിലും പോവാം, അല്ലെങ്കിൽ ട്യൂഷനാണെന്ന് വരെ പറഞ്ഞുകൊണ്ട് പോവാം. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഇതൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറഞ്ഞു നിനക്ക് തോന്നുന്നതാണ് നീ തോന്നുന്നത്, ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. പക്ഷേ റെസ്പെക്ട് യുവർ ബോഡി. അതെന്തുകൊണ്ടാണ്? അപ്പൊ ഈ ഒരു ചിന്ത ഇപ്പൊ പേരൻസ് പലപ്പോഴും പറയും, ഞാനും നിന്റെ
ഇതൊക്കെ കഴിഞ്ഞ് വന്നതാണ്. എന്നിട്ടും എന്താണ് ഈ മനസ്സിലാക്കലില്ലാത്ത. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ ബേസിസിൽ തന്നെ നമ്മൾ ടീച്ചേഴ്സിനെ ആണെങ്കിലും പേരൻസിന് ഒരു ട്രെയിനിങ് കൊടുക്കണം എന്ന് തോന്നിയിട്ടില്ലേ പലപ്പോഴും? പേരൻസിന് പല സ്കൂളുകളിലും ഇങ്ങനെ ക്ലാസ്സസ് ഈ പറഞ്ഞ പോലെ ഒരു ക്ലാസ് നടത്തും. ജസ്റ്റ് ഒരു ക്ലാസ്സും ഇടയ്ക്കിടയ്ക്ക് നടത്തിയോണ്ട് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. അതെ. വാട്ട് ആസ് യു സെഡ് നൗ ഇസ് ആ പേരൻസ് കുട്ടികൾക്ക് പേരൻസിനോട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. ബിക്കോസ് എന്ത് പറഞ്ഞാലും ജഡ്ജ്മെന്റലാണ് അവര്. ദേ ആർ നോട്ട് ജസ്റ്റ് ലിസ്ണിംഗ് ആയിട്ട് അതെ. കേൾക്കില്ല. അതിനൊരു ജഡ്ജ്മെന്റ് പാസ് അതെ. ചെയ്യും. ആസ് യു സെഡ് ആ പേരന്റ് നല്ലൊരു കോൺവെർസേഷൻ പോയിന്റ് ആക്കാൻ പറ്റും അത്. അതെ. ചെയ്തതല്ല. എന്താണ് അതിന്റെ ലിമിറ്റ്? എന്തിനാ നോ പറഞ്ഞ എന്താണ് ലിമിറ്റേഷൻ? വിത്തിൻ ദ ലിമിറ്റ്സ് യെസ് യു ആൾ ആർ ഫ്രണ്ട്സ്. ഈ ഒരു ഏജിൽ ഫ്രണ്ട്ഷിപ്പ് ആണ് ഇമ്പോർട്ടന്റ്. ഗീവ് ടു ദാറ്റ്. ബട്ട് അതിന്റെ സോ ദ ചൈൽഡ് ഫീൽസ് ഫ്രീ. നെക്സ്റ്റ് ടൈം ഉള്ളപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അമ്മ ശരി അമ്മ പറഞ്ഞത് ആ പയ്യൻ ഭയങ്കര മോശമായിരുന്നു. ആൻഡ് ദ ചൈൽഡ് ഹാസ് എ തിങ് ടു കം ആൻഡ് ഫ്രീഡം ടു കം ആൻഡ് ടെൽ ദ മദർ അമ്മ പറഞ്ഞത് ശരിയായിരുന്നു കേട്ടോ. ദ ചൈൽഡ് വോണ്ട് ഫീൽ ദാറ്റ് ഐ ഹാവ് ടു ഹൈഡ് ഫ്രം ദ മദർ. അതെ. അമ്മോട് തുറന്ന് പറയാറുണ്ട്. ഇന്ന് പേരൻസ് സമയവും ഇല്ല. ആ. ഇഫ് യു റിമെമ്പർ ലോങ് ടൈം ലോഡ് ഷെഡിങ് ഉണ്ടാവുമായിരുന്നു കേരളത്തിൽ. അപ്പോൾ ഒരു അരമണിക്കൂർ സമയം when my whole family would sit together ഒന്നും ചെയ്യാനില്ല. So അതെ. there would be some talking, some quality time. അപ്പോൾ where do they eat together? അത് ശരി. Where do they even be together in the same space without their gadgets? അതെ. അപ്പോൾ ഏറ്റവും സഫർ ചെയ്യണത് കമ്മ്യൂണിക്കേഷൻ ആണ്. And no relationship thrives without അതെ communication. ശരി. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇൻഡിവിജ്വലിസ്റ്റിക് ആവുക. ആ ദർ ഇസ് നോ ഗ്രൂപ്പ് ഡൈനാമിക്സ് ഒരു തരത്തിലും ഇല്ല. ഇല്ല. പിന്നെയും ഇവരുടെ ഫാമിലി ആയിട്ട് കാണുന്നത് ഇവരുടെ ഫ്രണ്ട്സിനെയാണ്. അതെ. ഇവരുടെ അമ്മയും അച്ഛനെയും. അതെ. ഇപ്പൊ എല്ലാ കുട്ടികളും പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയെങ്കിലും +2 തീർന്നാ മതി. അപ്പൊ ഏതെങ്കിലും ഒരു കോളേജിൽ പോവാം, ഹോസ്റ്റലിൽ ഇതാക്കാം, എന്നിട്ട് വേണം ഒന്ന് ലൈഫ് എൻജോയ് ചെയ്യാനെന്ന് പലപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, സ്വന്തം വീട്ടീന്ന് പോവാനായിട്ട് നമ്മളൊക്കെ പണ്ട് എങ്ങനെയെങ്കിലും ഒരു വീക്കെൻഡ് ആയാൽ മതി, ഉള്ളതൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോവാനാണ് ഇതാവുക. ശരിയാണ്. അപ്പൊ ഇപ്പൊ അങ്ങനത്തെ ഇപ്പൊ നമുക്കിപ്പോ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ വരുമ്പോ കുട്ടികള് ഈ പേരൻസ് ആയിട്ടും ടീച്ചേഴ്സ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവര് പലപ്പോഴും വേറെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാണ്. അപ്പൊ അത് കൊണ്ടുപോകുന്ന വഴികൾ ഭയങ്കര ഇതാണ്. ഇപ്പൊ അങ്ങനെയൊക്കെയാണ് പലരും ഡ്രഗ്സിലേക്കൊക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ആവണത്. ഇപ്പൊ നമ്മളിപ്പോ ഭയങ്കര ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് കാണുന്നുണ്ട്. ഇവര് ഡ്രഗ്സിലേക്ക് ഇൻവോൾവ് ആവണം. അപ്പൊ അതിന് പൈസ ഉണ്ടാക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്യണു എന്നുള്ളതൊക്കെ. മാമിന് അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഒന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇതും ഇപ്പോഴത്തെ അല്ല കേട്ടോ. ഇയേഴ്സ് ബാക്ക് മൈ ഫസ്റ്റ് ബാച്ച് ഓഫ് 12 അതാ പറഞ്ഞ അപ്പോഴത്തെ കാലത്ത് ദിസ് ബോയ് ഹി ഹാഡ് കം ഫ്രം വേറെ സ്കൂളിൽ നിന്നാണ് വന്നത്. അമ്മ ഭയങ്കര അസുഖമായിരുന്നു. വളരെ പ്രായമായ ഒരു അച്ഛൻ. പക്ഷെ എന്തോ എനിക്കറിയില്ല ആ കുട്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ബട്ട് പീപ്പിൾ വുഡ് സേ അന്ന് ഈ പറഞ്ഞ പോലെ അയോഡീൻ അങ്ങനത്തെ അയോഡെക്സ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വൈറ്റ്നറൊക്കെ അത് കാണും. ഓ. ഈ കുട്ടി എപ്പോഴും ഡ്രൗസി ആയിരുന്നു. ബട്ട് ഒരാളും ആ സ്കൂളിൽ എക്സെപ്റ്റ് മീ ആൻഡ് ദ ക്ലാസ് ടീച്ചർ വേറെ ആരും അത് അറിഞ്ഞില്ല. somehow we know the boy അച്ഛനെ വിളിച്ചു ആൻഡ് ജസ്റ്റ് ആ പ്രീ ബോർഡ്സിന്റെ മുമ്പ് ബിറ്റ്വീൻ പ്രീ ബോർഡ്സ് ആൻഡ് ഫൈനൽ ആ കുട്ടീനെ ഒരു ഡീഅഡിക്ഷൻ സെന്ററിൽ പോയി he got okay and he gave his exam without anybody knowing, and today that boy is so like indebted. Today he's working in Bangalore with IBM. ഓ. So there is a stage നമ്മൾ proper intervention ഉണ്ടെങ്കിൽ ഇവരെ ഒക്കെ നമുക്ക് we can get them through to the other side. It is because of lack of നമുക്ക് സമയത്തിന് ഇന്റർവെൻഷൻ ഇല്ലാത്ത കാരണമാണ് പലരും പോകുന്നത്. ഓക്കെ. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മേ ബി ഇറ്റ്സ് ഡിഫിക്കൽട്ട്. But that is where I say teacher both parents and teachers need to be so observant. അതോ. നമ്മൾ ഈ സിലബസ് Beyond പഠിപ്പിക്കൽ subject. മാത്രമല്ല ശരിയാണ്. ബിയോണ്ട് ദാറ്റ് ഒരു ക്ലാസ്സിലൊരു കുട്ടി ഒരു കുറച്ചൊരു ഡിഫറെന്റ് ബിഹേവിയർ ആണെങ്കിൽ ആ ക്ലാസ് ടീച്ചർ ഷുഡ് നോ. അതാണ് ആ കണക്ട് വേണ്ടത് ടീച്ചറും കുട്ടികളും തമ്മിൽ. കുട്ടികള് ഇതിന് ഒരു ടീച്ചേഴ്സ് പറയുന്നുണ്ട്, ക്ലാസ്സിൽ ഇത്രയും പേരില്ലേ, അപ്പൊ ഞാൻ എങ്ങനെ എല്ലാവരെയും ശ്രദ്ധിക്കുക? അങ്ങനെയല്ല എല്ലാ ദിവസവും എല്ലാവരും നോക്കണം എന്നല്ല ഞാൻ പറയുന്നത്. when you're a class teacher and other 40 our class you are their mother for that 1 year. I always say this is your home for 1 year and you are the mother. അപ്പൊ ഓരോരുത്തരും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ മനസ്സിലാവില്ലേ നമുക്ക്? അതെ. why is he or she behaving differently? ഏതാണ് won't you try to find out? അത്ര എല്ലാം ചെയ്യണമെന്നല്ല പറഞ്ഞേ. ഓ പാസ് ഇറ്റ് ഓൺ ടു ദ നെക്സ്റ്റ് അതോറിറ്റി കൗൺസിലർക്ക് എന്തോ പേരൻസിനെ വിളിക്കുക. സോ ഇപ്പോൾ CBSE ഹാസ് സ്റ്റാർട്ടഡ് ദിസ് ഹെൽത്ത് ആൻഡ് ലൈക്ക് മെന്റൽ ഹെൽത്തിന് വളരെ ഫോക്കസ് കൊടുക്കുന്നുണ്ട്.
So they say that all class teachers should be wellness ambassadors of the school. ഞങ്ങൾ ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ ബിഫോർ എനി ടോപ്പിക് ഒരു ട്രെയിനിങ് ഒരു മെന്റൽ ഹെൽത്തിൻ്റെ ഒരു ക്യാപ്സ്യൂൾ തന്നിട്ടുണ്ട് വിച്ച് വി ആർ സപ്പോസ് ടു പാസ് ഓൺ ടു ദ ടീച്ചേഴ്സ്. ഒരു ആപ്പ് ഉണ്ട്, പ്രഹസ് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട് വിച്ച് ഓൾ ടീച്ചേഴ്സ് ആർ സപ്പോസ് ടു ഡൗൺലോഡ്. ആൻഡ് അതിൽ കുറേ സിംറ്റംസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടി ഇതിൽ കുറച്ച് സിംറ്റംസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ it is, yeah, you can pass on to the this thing or is there a problem എന്ന് നോക്കാനായിട്ട്. And all problems of the class, 3 headil, what the teacher can deal, what the teacher needs to call the parents to deal, what the teacher needs to send to counselors for deal. Even. I'm not saying everybody will be covered. കുറച്ച് പേർക്കെങ്കിലും, if all teachers and all parents follow this, കുറച്ച് പേരെങ്കിലും നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ ഇന്റർവെൻഷൻ പറ്റും എനിക്ക് തോന്നുന്നത്. I mean, that's what I firmly believe.